ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡീമൺ സ്ലെയർ ആനിമയുടെ ഒരു വാട്ടിക് സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടതുപോലെ നമ്മുടെ രംഗോക്കു മരിക്കാതിരുന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നതിനുപരി നമ്മുടെ ഈ ഒരു രംഗോക്കു ഒരു ഡീമൺ ആയാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വാട്ടിക് സ്റ്റോറിയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ഇത് നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഡീമൺ സ്ലെയർ ഫാൻസ് വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ സീരീസിൽ സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെ മൂഗൻ ട്രെയിൻ ആർക്കിൽ നമ്മുടെ അക്കാസ വരികയും നമ്മുടെ രംഗോക്കു അക്കാസയായിട്ട് ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അക്കാസയെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. ഡീമൺസിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമൺ ആണ് അക്കാസ. പുള്ളിക്കാരൻ രംഗോക്കുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ഫൺ ആയിട്ടാണ്. അതായത് അക്കാസ തന്റെ ഡീമൺ പവർ മുഴുവനായും പുറത്തു പോലും എടുത്തിട്ടില്ല. ഇവിടെ അക്കാസ രംഗോക്കുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ രംഗോക്കുവിനെ എങ്ങനെയെങ്കിലും ഡീമൺ ആക്കി മാറ്റണം എന്നൊരൊറ്റ ലക്ഷ്യത്തിലാണ്. എന്നാൽ അക്കാസ പല പ്രാവശ്യം നമ്മുടെ രംഗോക്കുവിനോട് പറയുന്നുണ്ട്, രംഗോക്കു നീ ഡീമണായി മാറ്. എന്നാൽ രംഗോക്കു ആണെങ്കിൽ അതിനൊന്നും തയ്യാറാകില്ല. എങ്ങനെയെങ്കിലും അക്കാസയെ കൊല്ലണം എന്നൊരു ലക്ഷ്യം മാത്രമേ പുള്ളിക്കാരനും ഉള്ളൂ. അങ്ങനെ സീരീസിൽ സംഭവിച്ചതുപോലെ തന്നെ അക്കാസയുടെ അറ്റാക്കിൽ നമ്മുടെ രംഗോക്കു മരണത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ടാകും. ഈ സമയമായിരിക്കും നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത്. ആ ഒരു സൂര്യപ്രകാശം നമ്മുടെ അക്കാസയുടെ മേൽ തട്ടുന്നതിന് മുൻപ് അക്കാസ രംഗോക്കുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി കാട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഇത് കാണുന്ന ഇനോസ്കെ, സെനിറ്റ്സു, ടാൻജിറോ ഇവർ 3 പേരും ആണെങ്കിൽ മാസ്റ്ററെ ഈ ഒരു ഗതിയിലാക്കിയ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് 3 പേരും അക്കാസയുടെ പുറകിലായി ഓടുന്നു. ഈ സമയം നമ്മുടെ രംഗോക്കു പറയുന്നുണ്ട്, നിങ്ങൾക്ക് അക്കാസിയുമായിട്ട് എതിർത്ത് നിൽക്കാൻ കഴിയില്ല, അവൻ നിങ്ങളെക്കാൾ ശക്തരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ സമയം നമ്മുടെ രംഗോക്കു ആണെങ്കിൽ ഏകദേശം മരിക്കാനായിട്ടുണ്ടാകും. പുള്ളിക്കാരന്റെ മുന്നിൽ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ ഗൈസ്, ഇനിയാണ് സ്റ്റോറിയൊക്കെ പതിയെ മാറാൻ പോകുന്നത്. നമ്മുടെ അക്കാസയുടെ പുറകിലോടിയ നമ്മുടെ ടാൻജിറോ, ഇനോസ്കെ, സെനിറ്റ്സു 3 പേരും അക്കാസയെ പിടിക്കാനാകാതെ തിരിച്ച് രംഗോക്കുവിന്റെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ രംഗോക്കുവിന്റെ അടുത്തെത്തി ഇവർ പെട്ടെന്ന് ഷോക്കാകുന്നു. കാരണം ആ ഫൈറ്റ് നടന്ന ഒരു ഭാഗത്ത് പോലും നമ്മുടെ രംഗോക്കുവിനെ കാണാനില്ല. ഈ സമയം നമ്മുടെ സെനിറ്റ്സു ഒന്ന് പേടിക്കും. കുറച്ചു മുൻപല്ലേ നമ്മുടെ രംഗോക്കു ഇവിടെ ഉണ്ടായത്, പുള്ളിക്കാരൻ എവിടെ പോയി, ഇനി മരിച്ചുപോയോ? ഇവിടെ ടാൻജിറോക്കും ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് അക്കാസയെ പിടിക്കാൻ കഴിഞ്ഞില്ല, രംഗോക്കു പറഞ്ഞതാണ് അവന്റെ പുറകിൽ പോകേണ്ട എന്ന്. അങ്ങനെ ഇതൊക്കെ ഓർത്ത് നമ്മുടെ ടാൻജിറോയും ഒന്ന് വിഷമിക്കാൻ തുടങ്ങുന്നു. കാരണം നമ്മുടെ ടാൻജിറോക്ക് അവസാനമായിട്ട് നമ്മുടെ രംഗോക്കുവിനെ ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല. അങ്ങനെ ഇവർ 3 പേരും ആണെങ്കിൽ നമ്മുടെ രംഗോക്കു അക്കാസയുടെ അറ്റാക്കിൽ പൂർണ്ണമായും ഡിസ്ട്രോയ് ആയിപ്പോയി എന്ന് കരുതുന്നു. ഈ സമയം ഇനോസ്കെ ആണെങ്കിൽ കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും രംഗോക്കുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നൊക്കെ. അങ്ങനെ രംഗോക്കുവിനെ കാണാനില്ല, പുള്ളിക്കാരൻ മരിച്ചു എന്ന ആ ഒരു വിവരം മറ്റുള്ള ഹാഷിരാക്കും റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ബാറ്റിൽ നടന്ന സ്ഥലത്തിൽ നിന്നും എല്ലാവരും പോയി. സൂര്യനൊക്കെ അസ്തമിച്ചു. രാത്രിയായ സമയത്തതാ മറ്റൊരു ഭാഗത്ത് കാടിനുള്ളിൽ താഴെ ഒരാൾ കിടക്കുന്നത് കാണിക്കുന്നു. അതുപോലെ തന്നെ അവന്റെ ബോഡി പതിയെ റീജനറേറ്റ് ആകാനും തുടങ്ങുന്നു. അങ്ങനെ ഇവൻ പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോഴതാ ഇത് മറ്റാരുമല്ല നമ്മുടെ രംഗോക്കു ആയിരിക്കും. രംഗോക്കു ആണെങ്കിൽ പതിയെ ഡീമൺ ആകാനും തുടങ്ങുന്നു. അങ്ങനെ ബോധം വന്ന നമ്മുടെ രംഗോക്കു പറയും, ഞാൻ എന്താകരുതെന്ന് കരുതിയോ അത് തന്നെ സംഭവിച്ചു. അതായത് നമ്മുടെ അക്കാസയുമായിട്ടുള്ള ഫൈറ്റിൽ അക്കാസയുടെ ആ ഒരു ബ്ലഡ് നമ്മുടെ രംഗോക്കുവിന്റെ ബോഡിയിൽ കയറിയാണ് നമ്മുടെ രംഗോക്കു പതിയെ ഡീമൺ ആയി മാറുന്നത്. എന്നാൽ നമ്മുടെ രംഗോക്കു ആണെങ്കിൽ മുഴുവനായും ഡീമൺ ആയില്ല, ആ ഒരു ഡീമൺ ആകുന്ന ഒരു പ്രോസസ്സിലാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ രംഗോക്കു പറയും, എന്തായാലും ഞാൻ ഡീമണായി മാറി, ഞാൻ ഇത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തെടുത്ത് ഹ്യൂമൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഞാൻ വരണം, ഞാൻ അതുപോലെ മാറിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് മോട്ടിവേറ്റ് ആവുന്നുണ്ട്. പക്ഷേ താനിപ്പോൾ ഡീമണായി മാറുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മുടെ രംഗോക്കുവിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ ഇതേ സമയം നമ്മുടെ രംഗോക്കു ഡീമണായി എന്ന് മനസ്സിലാക്കിയ അക്കാസയാണെങ്കിൽ രംഗോക്കുവിന്റെ അടുത്തേക്ക് പെട്ടെന്ന് എത്തുന്നു. അക്കാസ വന്നയുടൻ നീ ഡീമണായ വിഷയം മൂസാൻ അറിഞ്ഞു, നീ എന്റെ കൂടെ ഇൻഫിനിറ്റി കാസിലേക്ക് വാ എന്നും പറയുന്നു. അങ്ങനെ ഇത് കേട്ട നമ്മുടെ രംഗോക്കുവിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഓൾറെഡി ഡീമണായി, പക്ഷെ എന്റെ എനിമിയല്ലേ മുൻപിലുള്ളത്, അവൻ എന്താണ് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാത്തത്, ഇവൻ എങ്ങോട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് രംഗോക്കു തന്റെ ബോഡിയിൽ മറ്റൊരു കാര്യം നോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അതായത് നമ്മുടെ രംഗോക്കു ആണെങ്കിൽ പതിയെ പതിയെ ഡീമണായി മാറുകയാണ്. ഈ ഒരു സമയത്ത് തന്റെ ബോഡി മറ്റാരോ പിടിച്ചു വെക്കുന്ന ഒരു ഫീല് നമ്മുടെ രംഗോക്കുവിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് നമ്മുടെ രംഗോക്കു മനസ്സിലാക്കി അക്കാസയുടെ കൂടെ ഇൻഫിനിറ്റി കാസിലേക്ക് പോകുന്നു. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ തന്നെ അക്കാസ മാത്രമല്ല ഇവിടെ ഉള്ളത്, നമ്മുടെ ഗ്യോട്ടരോ, ഡോമ തുടങ്ങിയ അപ്പർ റാങ്കിലുള്ള ഒട്ടുമിക്ക ഡീമൺസും ഇവിടെ ഉണ്ടാകും. കൂടാതെ സാക്ഷാൽ ഡീമൺ
ഡീമൺ കിങ് ആയിട്ടുള്ള മൂസാനും ഇവരുടെ നടുക്കായിട്ടുണ്ടാകും. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ മൂസാൻ ആണെങ്കിൽ അക്കാസയെ കണ്ട്, നിന്നെ ഞാൻ ടാൻജിറോയെ കൊല്ലാൻ വേണ്ടിയല്ലേ അയച്ചത്, എന്നിട്ട് നിനക്ക് അവനെ കൊല്ലാൻ സാധിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മൂസാൻ അക്കാസയോട് ചോദിക്കാൻ തുടങ്ങും. എന്നാൽ അക്കാസയ്ക്കാണെങ്കിൽ മറുപടിയില്ല. അക്കാസയാണെങ്കിൽ താഴ്ന്നിരിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ഡോമയാണെങ്കിൽ, ടാൻജിറോ ഒരു പെണ്ണാണെങ്കിൽ അവന്റെ കാര്യം ഞാൻ എപ്പോഴേ തീർത്തിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ നമ്മുടെ മൂസാൻ പറയും, ടാൻജിറോയെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ അയച്ചത്. ഈ ഒരു മിഷനിൽ നീ തോറ്റുപോയാലും ഇത് മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു വലിയ വിജയം തന്നെയാണ്. അതായത് നമ്മുടെ രംഗോക്കു ഡീമൺ ആയില്ലേ, അത് തന്നെയാണ് ഇവിടെ മൂസാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മുടെ മൂസാൻ രംഗോക്കുവിനോട് പറയും, രംഗോക്കു നീയും ഒരു ഡീമൺ ആണ്, നിന്റെ ഒരേ ഒരു ലക്ഷ്യം ഡീമൺ സ്ലേയേഴ്സ് ഇല്ലാതാക്കണം. എന്നാൽ രംഗോക്കു ഇതിനൊന്നും മറുപടി പറയില്ല. ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഒരു അപ്പർ റാങ്കിലുള്ള ഹാൻഡ് ടെങ്കു ഇല്ലേ, പുള്ളിക്കാരൻ പറയും, ഇവനെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? ഇവൻ ഡീമൺ ആകണം എന്ന് കരുതി ഡീമണായ ഒരാളല്ല. അക്കാസയുടെ ആ ഒരു ഡീമൺ സെൽസിൽ നിന്നും റീജനറേറ്റ് ആയി വന്ന ഒരാളാണ്. പോരാത്തതിന് ഒരു ഹാഷിറയും. ഇവൻ പൂർണ്ണമായും നമ്മളെ പോലെ ഒരു ഡീമൺ ആയില്ല എന്നും പറയുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ട മൂസാനാണെങ്കിൽ ദേഷ്യം വന്ന്, അതിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളോട് ഞാൻ എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് ആദ്യം കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാ ഡീമൺസിനെയും ഇവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അങ്ങനെ നമ്മുടെ രംഗോക്കു മൂസാനും പല കാര്യങ്ങളും ഇവിടെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഇവർ എന്താണ് സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ മൂസാൻ ആണെങ്കിൽ തന്റെ ആ ഒരു ഡീമൺ പവേഴ്സ് വെച്ച് രംഗോക്കുവിനെ പതിയെ ഒരു പ്യൂർ ഡീമൺ ആക്കി മാറ്റാൻ തുടങ്ങുന്നു. ഈ സമയം പതിയെ നമ്മുടെ രംഗോക്കുവിന്റെ ആ ഒരു ക്യാരക്ടറൊക്കെ മാറി, ഞാൻ എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെയും ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഈവിൾ ക്യാരക്ടറായി മാറുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഡീമൺ സ്ലേയർ കോപ്സ് ആണ് കാണിക്കുന്നത്. ഇവിടെ എല്ലാവരും ഭയങ്കര കൺഫ്യൂഷനിലാണ് ഉള്ളത്. ടാൻജിറോയും ഇവിടെ വിഷമത്തിലാണ് ഉള്ളത്. നമ്മുടെ രംഗോക്കു മരിച്ച വിഷയം അവരുടെ ഫാമിലി അറിയിച്ചപ്പോൾ നമ്മുടെ രംഗോക്കുവിന്റെ ഫാദർ ആണെങ്കിൽ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതൊന്നും വേണ്ട എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇമോഷണൽ ആകാൻ വേണ്ടി തുടങ്ങും. കൂടാതെ രംഗോക്കുവിന്റെ ബ്രദറിനും ഇതൊരിക്കലും വിശ്വസിക്കാനും കഴിയുന്നില്ല. കാരണം അവസാനം തന്റെ ബ്രദറിനെ അവസാനം ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ രംഗോക്കുവിന്റെ ബ്രദറും ഒന്ന് ഇമോഷണൽ ആകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ടാൻജിറോ, ഇനോസ്കെ, സെനിറ്റ്സോ 3 പേരും പുതിയൊരു മിഷന് വേണ്ടി റെഡിയാകും. അതായത് നമ്മുടെ ടെങ്കന്റെ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം നടന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സീരീസിൽ സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെ ടാക്കി ആൻഡ് ഗ്യോട്ടറോ ആ 2 ഡീമൺസ് വരികയും നമ്മുടെ ടെങ്കൻ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ഇവർ 2 പേരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇവരുടെ കൂടെ നമ്മുടെ സെനിറ്റ്സു, ടാൻജിറോ, ഇനോസ്കെ ഇവരൊക്കെ ഉണ്ടാകും. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിയില്ലേ. അങ്ങനെ ഇവർ 3 പേരും ആ 2 ഡീമൺസിന്റെ കൂടെ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അവിടെ ഒരു ഫ്ലെയിം വരുന്നു. ആ ഒരു തീയാണെങ്കിൽ നമ്മുടെ ടാക്കി ആൻഡ് ഗ്യോട്ടറോ 2 പേരും കത്തിച്ചങ്ങ് ഇല്ലാതാക്കുന്നു. അതായത് 2 പേര് ചാരമായി പോകുന്നു. ഈ സമയം നമ്മുടെ ടെങ്കനാണെങ്കിൽ ഒന്നും മനസ്സിലാകില്ല. ഒരു നിമിഷം ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇത്രയും സമയം കൺമുന്നിലുണ്ടായ ഈ ഡീമൺസിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴതാ ഡീമൺ ആയിട്ടുള്ള നമ്മുടെ രംഗോക്കു പുറകിലുണ്ടാകും. അങ്ങനെ നമ്മുടെ രംഗോക്കു ആണെങ്കിൽ ടെങ്കന്റെ അടുത്ത് നിന്നും ഒരുപാട് നാളായില്ലേ കണ്ടിട്ട് ടെങ്കൻ ഇസോയി. അങ്ങനെ ടെങ്കനാണെങ്കിൽ നീ അവനല്ലേ എന്ന് പറയാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ രംഗോക്കു ആണെങ്കിൽ ടെങ്കനെ ഒരു ഒറ്റ വെട്ട്. ഈ സമയം നമ്മുടെ ടാൻജിറോ ആണെങ്കിൽ ഫൈറ്റ് ചെയ്ത് ഇഞ്ചോർഡായി താഴെ കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ടാൻജിറോ വെട്ടേറ്റ് വീഴുന്ന നമ്മുടെ ടെങ്കനെ കാണുന്നത്. മാസ്റ്റർ ടെങ്കൻ എന്ന് പറഞ്ഞ് അലറാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ടെങ്കൻ വീണ ആ ഒരു സമയത്താണ് ടെങ്കന്റെ മുന്നിലായി ഒരു ഡീമണിനെ കാണുന്നത്. ആ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന തീയിന്റെ ഇടയിൽ നിന്നും നമ്മുടെ ടാൻജിറോക്ക് ഇത് ഏത് ഡീമൺ ആണെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ടാൻജിറോയുടെ ആ ഒരു സ്പെല്ലിംഗ് പവർ വെച്ച് പുള്ളിക്കാരൻ മണത്ത് ഇതെനിക്ക് പരിചയമുള്ള ആ ഒരു മണമാണല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ടാൻജിറോയുടെ ബോധം പോയി താഴെ വീഴുന്നു. അതോടുകൂടി ഈ ഒരു വാട്ട് ഇഫ് സ്റ്റോറിയുടെ പാർട്ട് 1 അവസാനിക്കുന്നു. ഓക്കെ, ഈ ഒരു പാർട്ട് 1 എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണം. കാരണം ഈ ഒരു വീഡിയോയുടെ റെസ്പോൺസ് പോലെയാണ് ഞാൻ പാർട്ട് 2 ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, ഈ ഒരു വാട്ട് ഇഫ് സ്റ്റോറി ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, മറ്റൊരു ക്രിയേറ്റർ ചെയ്തു വെച്ച സ്റ്റോറിയാണ്. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് അടിപൊളിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഡീമൺ സ്ലേയർ ഫാൻസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യൂ. പാർട്ട് 2 ഉടൻ തന്നെ വരുന്നതായിരിക്കും.